മലയാള സിനിമയ്ക്ക് ലഭിച്ച പവിത്രമായൊരു തേജസ്. വേറിട്ട അഭിനയ ശൈലിയും ഗാംഭീര്യമുള്ള ശബ്ദവും സ്ഫുടതയാർന്ന സംഭാഷണവും കാഴ്ചവെച്ച് പ്രേക്ഷക മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ കരുത്തുറ്റ അഭിനേതാവ്. മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകളുടെ കളിത്തോഴൻ. വിശേഷണങ്ങൾ കൊണ്ട് വരച്ചു തീർക്കാനാവാത്ത വാഗ്മയ ചിത്രം ജയൻ. കൊടുങ്കാറ്റുപോലെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന് പല വീരപുത്രന്മാരായ കഥാപാത്രങ്ങളെയും തന്മയത്വമായി അവതരിപ്പിച്ച് ആർക്കും അനുകരിക്കാനാവാത്ത അഭിനയം കാഴ്ചവെച്ച് ഒടുവിൽ കൊടുങ്കാറ്റടങ്ങിയതുപോലെ അസ്തമിച്ചൊരു താരനക്ഷത്രമായിരുന്നു ജയൻ. ദൈവനിയോഗം പോലെ മലയാള സിനിമയിലെത്തി വെറും 3 വർഷം കൊണ്ട് താരരാജാവായ ജയന്റെ ഓർമ്മകൾ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ഒരു നീറ്റലായി എരിയുന്നു. ആൽത്തറയമ്മ എന്തെങ്കിലും കഴിച്ചോ? ആര് തരാനാ മോനെ? എന്റെ മോൻ ജയിലിൽ പോയ പിന്നെ എനിക്ക് എന്നും ഏകാദശിയ. ഈ പാവപ്പെട്ട തള്ളയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഈ നാട്ടിലൊരു പട്ടിയുമില്ലടാ. ഊണ് കാലമായ ഉടനെ കൊണ്ട് കൊടുത്തോളാവേ. എണീക്കടാ. എടാ എണീക്കാൻ. നിനക്ക് ക്ഷയത്തിന്റെ അസുഖമുണ്ടോ? തൽക്കാല അസുഖമൊന്നുമില്ല. വരാതെ സൂക്ഷിക്കണം. അവന്റെ ഒരു മുരടനൊക്കെ തന്നിലുള്ള കഴിവുകൾ ഒരു സമയത്ത് അംഗീകരിക്കപ്പെടുമെന്ന ദൂരക്കാഴ്ച ഉണ്ടായിരുന്നതുകൊണ്ടാകാം ആദ്യമാദ്യം ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കാൻ ജയൻ ഒരു മടിയും കാണിക്കാതിരുന്നത്. ശാപമോക്ഷമായിരുന്നു ജയന്റെ അറിയപ്പെടുന്ന ആദ്യ ചിത്രം. തന്റെ കഴിവ് കാണിക്കാൻ തക്ക ശക്തമായിരുന്നില്ല ശാപമോക്ഷമെങ്കിലും താൻ ഒരു നടനാണ് എന്ന് തെളിയിക്കാൻ ഈ ചിത്രത്തിലൂടെ ജയന് കഴിഞ്ഞു. തച്ചോളി അമ്പു എന്ന ചിത്രത്തിൽ ഉപനായകന്റെ വേഷമായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചത്. എങ്കിലും ഓരോ സീനിലും ജയൻ കാഴ്ചവെച്ച പുതുമയാർന്ന അഭിനയം പ്രേക്ഷകരെ ഹരം പിടിപ്പിച്ചു. അവിടെ മുതൽക്കു തന്നെ നിർമ്മാതാക്കൾ ജയന്റെ കാൾ ഷീറ്റിനു വേണ്ടി വട്ടമിടാൻ തുടങ്ങിയിരുന്നു. നിങ്ങളുടെ ആ ജാക്കി എവിടെ? ജാക്കി ഡിക്കിയിലുണ്ട്. ഡിക്കിയിൽ വെക്കുന്ന ജാക്കിയല്ല. നേരത്തെ ബാബുവിനെതിരെ അയച്ചില്ലേ ഒരു ജാക്കിയെ? എനിക്ക് അവനെയാണ് വേണ്ടത്. ഇറങ്ങാൻ പുറത്ത്. നീ എന്തിനോട് വന്നു? ഇല്ല, ഇവരെ യാത്ര അയച്ചിട്ട് ഞാൻ പോകും. അത് ഞാൻ സമ്മതിക്കില്ല. നിന്നെ പരിക്കേൽപ്പിച്ചോളെ ഞാൻ വെറുതെ വിടില്ല. അടിച്ചു പൊളിക്കാനല്ല. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ
ആ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ പറയുന്നു, തിരിഞ്ഞു പോകൂ, തിരിഞ്ഞു പോകാൻ. Biju, what happened? Biju, എന്തുണ്ടായി? I don't know what these beggars are doing. What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. Sorry, sir. ജയനെ ജയനാക്കിയ ചിത്രം ഒരുപക്ഷെ ശരപഞ്ചരമായിരുന്നു. ഈ ചിത്രത്തിലെ വേഷം ജയന്റെ ആകാരവടിവും ആരോഗ്യവും പുരുഷ സൗന്ദര്യവും സ്പഷ്ടമായി കാണിക്കുന്നതായിരുന്നു. കുതിരയെ തടവുന്ന ജയനെ അക്കാലത്തെ സ്ത്രീ പ്രേക്ഷകർ അത്രയും വിറയാർന്ന നിശ്വാസത്തോടെ നോക്കി നിന്നിരുന്നു. കോളേജ് കുമാരികൾ കണ്ണുവെട്ടിച്ചും ക്ലാസ് കട്ട് ചെയ്തും തിയേറ്ററുകളിൽ തിങ്ങി നിറഞ്ഞു. അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത ചിത്രമായി ശരപഞ്ചരം മാറി. ജയനെ വെച്ച് പടമെടുക്കാൻ നിർമ്മാതാക്കൾ പരക്കം പാഞ്ഞു. ജയനുണ്ടെങ്കിൽ ഏതു പടവും എന്തു വില കൊടുത്തും വാങ്ങാൻ വിതരണ കമ്പനിക്കാർ മത്സരിച്ചു. അന്നുവരെയുള്ള മലയാള സിനിമയുടെ താരസങ്കല്പങ്ങൾ ആകെ തകർന്നു. വായുവേഗത്തിലായിരുന്നു ജയന്റെ വളർച്ച. വില്ലനെയും നായകനെയും നല്ലവനെയും തെമ്മാടിയെയും കാമുകനെയും പകപൂണ്ടവനെയും ജയനിലൊതുക്കി തിരക്കഥകൾ സൃഷ്ടിക്കാൻ എഴുത്തുകാർ തലപുകഞ്ഞാലോചിച്ചു. അഗ്നിശരവും അങ്ങാടിയും കരിമ്പനയും ദീപവും സഞ്ചാരിയുമൊക്കെ റിലീസായപ്പോഴേക്കും ജയൻ എന്ന നടൻ മലയാളത്തിന്റെ മിത്തായി മാറിയിരുന്നു. എവിടെയാണെന്നാണ് ചോദിച്ചത്? ക്ഷമിക്കണം, പോലീസ് തിരക്കി വന്നത് എന്നെയാണ്. ഒരു കുറ്റവാളിക്ക് അഭയം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാളെ. തെറ്റ് ചെയ്തവരാരെങ്കിലും താനാണ് തെറ്റ് ചെയ്തതെന്ന് വിളിച്ചു പറയാറുണ്ടോ? ഒരു കുറ്റവാളിക്ക് എന്റെ വീട്ടിൽ അഭയം നൽകിയാൽ എന്റെ നില എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വക്കീൽ സാർ വിഷമിക്കണ്ട, ഞാൻ കാരണം നിങ്ങൾക്കൊരു പേരുദോഷം വരില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഉടനെ തന്നെ പോലീസിൽ സറണ്ടർ ചെയ്യണം. ഫോൺ ചെയ്യാൻ വരട്ടെ? ജയിലല്ല, തൂക്കുമരത്തിൽ കയറാൻ പോലും ഭയമുള്ളവനല്ല ഞാൻ. കാരണം എനിക്ക് വേണ്ടി കരയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപ് എന്റെ അമ്മ എനിക്കൊന്ന് കാണണം. ലോകത്തിൽ എവിടെയാണെങ്കിലും അവരെ ഞാൻ തേടി കണ്ടുപിടിക്കും. എന്റെ ജീവിത ലക്ഷ്യം അതൊന്നു മാത്രമാണ്.